എന്താ നല്ല ചേലയില്ലത് ചേലയില്ല പിന്നല്ല ഷേവിങ് ആക്കിയ അതല്ല മിന്നേട്ട് പോകുക. അപ്പം എനിക്ക് എല്ലാവരും ഷേവ് ഒക്കെ ആക്കിയിട്ട് വന്നൂടെ? അത് താടി ഉണ്ടായിട്ട് ഞാൻ നല്ല ശീലുണ്ടല്ലോ. അത് ഏത് 2-3 താടി നശിച്ചിട്ടുണ്ടായി അങ്ങനെ ഏതല്ല നിന്റെ നീ വിസം പറയുമ്പോല്ലേ കാസർഗോട്ടാറ് വിസം പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവന് ശരിക്കുള്ള കാസർഗോട്ടാരനല്ല, ഒരു കന്നഡ മിക്സ് ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ നീ ശരിക്കും കാസർഗോട്ടാരനാ അല്ല കന്നഡക്കാരനാ എന്ന് പറഞ്ഞു? ശരിക്കും കാസർഗോഡുകാരന്, കർണാടകയിലുണ്ടേ കുറേ കാലം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഇത് 10-15 കൊല്ലം ഉണ്ടായി. അത് എൻ്റെ ഭാഷയിൽ മിക്സായി. അതിനോണ്ട് ഇപ്പോൾ അതുകൂടി കയറിയിട്ട് വരുന്നത്. ഇപ്പോൾ ഏത് ഭാഷ ആയെങ്കിലും ഉപ്പാന്ന് പാണല്ലോ, ഉമ്മാന്ന് ആലമ്പാടി, രണ്ടാളും അപ്പോൾ അതന്നെ കാസർഗോഡ് നമ്മളെ ചുറ്റുപാടുള്ള. ഓക്കെ. അപ്പോൾ ഏത് ഭാഷ ആയെങ്കിലും നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാണോ? അതല്ല മെയിൻ. ഇപ്പോൾ നീ കർണാടകക്കാരനായെങ്കിലും ശരി, പിന്നെ കാസർഗോഡായിരുന്നു ശരി, മലയാളിയായെങ്കിലും ശരി, നമ്മളെ ഭാഷ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്ക് മനസ്സിലാവണം കാര്യങ്ങൾ. പിന്നെ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന ആളുണ്ട് അല്ല, എത്രയോ ഭാഷകൾ നമ്മളെ നാട്ടിലുണ്ട്. ഓക്കെ. പിന്നെ ഈ ഭാഷ ഞാൻ ചോദിക്കുന്നത് എന്നോട്, ഏത് ഭാഷ നിങ്ങൾക്ക് ഇഷ്ടം? കാസർഗോഡ് ഭാഷയാ, കന്നഡയാ, മലയാളമാ? ഇപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും ഓരോരോ സ്ലാങ്. കാസർഗോഡ് തന്നെ മഞ്ചേശ്വരം സംസാരിക്കുന്നതല്ല, തൃക്കരിപ്പൂർ സംസാരിക്കുന്നത്, നീലേശ്വരത്ത് വേറൊരു ഭാഷ, അങ്ങനെ കാസർഗോഡ് ടൗണിലുള്ള ആൾ വേറെ രീതിയിൽ സംസാരിക്കുന്നത്, ഇങ്ങനെ ഓരോ രീതി ഓരോരാൾക്കുണ്ട്. എനിക്ക് ഏത് ഭാഷ? കാസർഗോഡ് ഭാഷയാണ് ഇഷ്ടം. കാസർഗോഡ് ജീവിക്കുന്നതിനോട് നീ പറയുന്നില്ല. ഏടെ നോക്കിയാലും കാസർഗോഡത്തേക്ക് ഇപ്പോൾ കോഴിക്കോട് ഏതൊരു പരിപാടിക്ക് പോയി നോക്കിയാൽ ആരെങ്കിലും സംസാരിക്കാൻ പറ്റും, നീ കാസർഗോഡായിരുന്ന? അല്ല, അതിപ്പോ ഒരു തൃശ്ശൂരാരന് പറഞ്ഞെങ്കിലും അതല്ലെങ്കിൽ നീ തൃശ്ശൂരാ, കോട്ടയംകാരനെ എടാ കോട്ടയംകാരനല്ലേ ചോദിക്കും. അത് ഞാൻ പറയാൻ കാരണം കാസർഗോഡ് ഭാഷയല്ല, കാസർഗോഡത്തെ ഒരു ഇതന്നെ വേറെ എന്ത് എവിടെ പോയി നീ എവിടെ നോക്കിയാ കാസർഗോഡത്തെ ഒരു ഇത് പറയുമ്പോലെ ഒരു ഇതുണ്ടാവും, ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. ഏടെ കാസർഗോഡുകാരല്ല, പുറത്ത് പോയി ഇങ്ങനെ നമ്മൾ കാസർഗോഡുകാരൻ ചെല്ലുമ്പോൾ നമ്മളോട് ഒരു റെസ്പെക്ട് ആയിട്ട് സംസാരിക്കുന്നത്, അതൊരു വിലയുണ്ട് കാസർഗോഡുകാർക്ക്. ശരി. വേറൊരു പ്രത്യേകത നമ്മളെ കാസർഗോഡിനുണ്ട്, എന്തറിയോ? എന്ത് പറഞ്ഞ? നമ്മളെ കേരളത്തിൽ ഏടിയും ഇല്ലാത്തൊരു പ്രത്യേകത കാസർഗോഡിനുണ്ട്, ഭാഷന്റെ കാര്യത്തിൽ. എന്ത് പറഞ്ഞ? അത് എല്ലാ ഭാഷ ഉണ്ടാവണ്ടല്ലേ? സപ്തഭാഷ സംഗമഭൂമി, 7 ഭാഷകൾ കാസർഗോഡുണ്ട്. 7 ഭാഷ അതിനേക്കാൾ അധികം ഉണ്ടാവും. ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്ന ആളുണ്ടാവും, ഹിന്ദി ഉണ്ട്, ഉറുദു ഉണ്ട്, പിന്നെ കന്നഡ, തുളു, കൊങ്കണി, മറാഠി, ഹിന്ദിക്കാരുണ്ട്, ബംഗാളികളുണ്ട്. ഇപ്പൊ സപ്തഭാഷ എന്നുള്ള പേര് മാറ്റിയിട്ട് ഭാഷന്റെ ഇത് കൂട്ടണം. അങ്ങനെയാണ് അതല്ല. അപ്പൊ നീല്ലേ, നിനക്കറിയുന്ന ഭാഷ നീ സംസാരിക്കണം, നമുക്ക് മനസ്സിലാവും. ഹിന്ദി അറിയും, കന്നഡ അറിയും, തെലുഗു അറിയും, തെലുഗു അറിയും, ഹിന്ദി അറിയും, കന്നഡ അറിയും, ഉറുദു അറിയും. തെലുഗു ഞാൻ കുറച്ചു കാലം ജിൻഡാൽ കമ്പനിയിലുണ്ടായി. അവിടെ ബള്ളാരി ബോർഡറാണ്, കർണാടക ബള്ളാരി ബോർഡർ. അപ്പൊ അവിടെ ആന്ധ്ര ബോർഡറാണ് അത് സംഭവം. ബള്ളാരി ആന്ധ്ര ബോർഡറാണ്. നാളത്തെ ഒരു വീഡിയോ ഉണ്ട് ഇതിങ്ങനെ പെട്ടു ഇന്നത്തെ ഭാഷന്റെ കാര്യം. നാളെ എന്ത് തരുമോ? നീ ഏടെല്ലാം പണിയെടുത്ത് എന്തെല്ലാം ജോലി, നമ്മൾ ജോലിനെ പറ്റി നമ്മൾ ഓരോ ജീവിതത്തിൽ കുറേ ഇത്ര കാലം ജീവിച്ച് ഓരോരോ ജോലി ചെയ്തു, ആ ജോലിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ നാളെ.